ഡൽഹിയിൽ ബി.ജെ.പിയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ വീണ്ടും തർക്കം രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പദയാത്ര നടത്തുന്നതിനിടെ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് നേരെ ഒരാൾ വെള്ളമൊഴിക്കാൻ ശ്രമം നടത്തി. ഇതിന്റെ പേരിലാണിപ്പോൾ ഇരു മുന്നണികളും തമ്മിൽ തർക്കം രൂക്ഷമാകുന്നത്. മനഃപൂർവ്വം കേജ്രിവാളിനെ അപായപ്പെടുത്താൻ ബി.ജെ.പി സ്പിരിറ്റ് ഒഴിച്ചതാണ് എന്നാണ് ആപ്പിന്റെ ആരോപണം. ശനിയാഴ്ച വൈകുന്നേരം ഡൽഹിയിലെ മാളവ്യ നഗറിലാണ് സംഭവം നടന്നത്. ആൾക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്യുന്നതിനിടെ ഒരാൾ കേജ്രിവാളിന്റെ അടുത്തെത്തുകയും വെള്ളമെന്ന് കരുതപ്പെടുന്ന ഒരു ദ്രാവകം അദ്ദേഹത്തിന് നേരെ ഒഴിക്കുകയും ചെയ്തതായി ദൃശ്യങ്ങളിൽ കാണുന്നതായി വൃത്തങ്ങൾ പറഞ്ഞു. കേജ്രിവാളിനൊപ്പം ഉണ്ടായിരുന്ന പോലീസും എ.എ.പി അനുഭാവികളും ഉടൻ തന്നെ ഇയാളെ പിടികൂടുകയും ചെയ്തു. പാർട്ടി പ്രവർത്തകരിൽ ചിലർ ഇയാളെ മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി. സംഭവത്തിൽ അശോക് ധാഡ എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പദയാത്രയ്ക്കിടെ വൈകുന്നേരം 5 മണിയോടെ അരവിന്ദ് കെജ്രിവാളിന്റെ അനുയായികൾക്ക് ഹസ്തദാനം നടത്തുമ്പോഴാണ് സംഭവം നടന്നത്. പെട്ടെന്ന് ഒരാൾ കേജ്രിവാളിന് നേരെ വെള്ളം ഒഴിക്കാൻ ശ്രമം നടത്തി. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ സമീപത്തുണ്ടായിരുന്നതിനാൽ തന്നെ ഉടൻ തന്നെ പ്രതിയെ പിടികൂടാൻ സാധിച്ചതായി ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പ്രസ്തുത പദയാത്ര ചോപ്പാൽ സാവിത്രി നഗറിൽ നിന്ന് ആരംഭിച്ചു മേഘ്ന മോട്ടോഴ്സിൽ സമാപിച്ചു. പദയാത്രയുടെ മുഖ്യ അതിഥിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തനിക്കെതിരായ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിച്ച കേജ്രിവാൾ ബി.ജെ.പിയുടെ ഗൂഢാലോചനയാണിതെന്ന് ആരോപിക്കുകയും ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തനിക്കെതിരെ ആക്രമണം സംഘടിപ്പിക്കുന്നതിനേക്കാൾ ഡൽഹിയിലെ ക്രമസമാധാന നിലയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും പറഞ്ഞു. അമിത് ഷാജി, എന്നെ തടയാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും നേടാനാവില്ല. ഡൽഹിയിലെ കുറ്റകൃത്യങ്ങൾ നിർത്തുക. എന്നെ തടഞ്ഞാൽ ഡൽഹിയിലെ കുറ്റകൃത്യങ്ങൾ കുറയുമോ? നിങ്ങൾ എന്നെ തടഞ്ഞാൽ ഡൽഹിയിലെ വെടിവെപ്പ് നിർത്തുമോ? ഡൽഹിയിലെ സ്ത്രീകൾ സുരക്ഷിതരാകുമോ? ഡൽഹിയിലെ വ്യവസായികൾ സുരക്ഷിതരാകുമോ എന്നാണ് കേജ്രിവാൾ എക്സിൽ കുറിച്ചത്. എ.എ.പി നേതാവ് സൗരഭ് ഭരദ്വാജും കേജ്രിവാളിനെതിരെ ദ്രാവക ആക്രമണത്തിന് ബി.ജെ.പിയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നു. ആ മനുഷ്യൻ കേജ്രിവാളിനെ കത്തിക്കാനുള്ള ശ്രമത്തിൽ ഒരുതരം സ്പിരിറ്റ് എറിഞ്ഞുവെന്നും പറഞ്ഞു. ഒരാൾ അരവിന്ദ് കെജ്രിവാളിന് നേരെ സ്പിരിറ്റ് തളിക്കുകയും ജീവനോടെ കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒരു കൈയിൽ സ്പിരിറ്റും മറുകൈയിൽ തീപ്പെട്ടിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച നടന്ന സംഭവത്തിന് ശേഷം മാധ്യമ സമ്മേളനത്തിൽ ഭരദ്വാജ് ഇങ്ങനെയാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഡൽഹിയിൽ ക്രമസമാധാന നില വഷളാകുന്നുവെന്നും എ.എ.പി നേതാവ് അവകാശപ്പെട്ടു. ബി.ജെ.പി നേതാക്കൾ എല്ലാ സംസ്ഥാനങ്ങളിലും റാലികൾ നടത്തുന്നു. അവർ ഒരിക്കലും ആക്രമിക്കപ്പെടുന്നില്ല. അരവിന്ദ് കെജ്രിവാളിനെതിരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നു. നംഗ്ലോയിൽ ബി.ജെ.പി അദ്ദേഹത്തെ ആക്രമിച്ചു. ഛത്തർപൂരിൽ ആക്രമിക്കപ്പെട്ടു. ഡൽഹിയിൽ ക്രമസമാധാനം തകർന്നു. കേന്ദ്ര സർക്കാരും ആഭ്യന്തരമന്ത്രിയും ഒന്നും ചെയ്യുന്നില്ല, അദ്ദേഹം പറഞ്ഞതായി വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്തു. അക്രമി യഥാർത്ഥത്തിൽ ബി.ജെ.പി പ്രവർത്തകനാണ് എന്ന് ഡൽഹി മുഖ്യമന്ത്രിയും മുതിർന്ന എ.എ.പി നേതാവുമായ അതിഷിയും അവകാശപ്പെട്ടു. ഇന്ന് പട്ടാപ്പകൽ ഒരു ബി.ജെ.പി പ്രവർത്തകൻ അരവിന്ദ് കെജ്രിവാൾജിയെ ആക്രമിച്ചു. 3 തവണയും ഡൽഹി തിരഞ്ഞെടുപ്പിൽ തോറ്റതിൽ ബി.ജെ.പിക്ക് വല്ലാതെ പരിഭ്രാന്തി തോന്നുന്നു. ബി.ജെ.പിക്കാർ ഇത്തരം വില കുറഞ്ഞ പ്രവർത്തികൾക്ക് ഡൽഹി പ്രതികാരം ചെയ്യും. കഴിഞ്ഞ തവണ അവർക്ക് 8 സീറ്റുകൾ ലഭിച്ചു. ഡൽഹിയിലെ ജനങ്ങൾ ബി.ജെ.പിക്ക് 0 സീറ്റുകൾ നൽകുമെന്നും അതിഷി എക്സിൽ പോസ്റ്റ് ചെയ്തു. മറുവശത്ത് ആക്രമണം നടത്തിയത് ഭരണകക്ഷിയുടെ സ്വന്തം പ്രവർത്തകനാണ് എന്നാരോപിച്ച് എ.എ.പിക്കെതിരെ ബി.ജെ.പിയും തിരിച്ചടിച്ച് രംഗത്തെത്തിയിരുന്നു. ഇത് ആം ആദ്മി പാർട്ടി മാത്രം ആസൂത്രണം ചെയ്ത ആക്രമണമാണ്. അരവിന്ദ് കെജ്രിവാൾ ആളുകളെ അടിക്കുകയും സാധനങ്ങൾ എറിയുകയും ചെയ്തു. മദ്യപിച്ച ഒരാൾ തനിക്ക് നേരെ എറിഞ്ഞത് വെള്ളമാണ് എന്നതാണ് വാർത്ത. ഇതാണ് കേജ്രിവാളിന്റെ രാഷ്ട്രീയ നാടകമാണ് എന്ന് ബി.ജെ.പി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു. ജനപിന്തുണ അതിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ട് എ.എ.പി അമ്പരന്നിരിക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പോലീസ് ആളെ അറസ്റ്റ് ചെയ്തു. അവസാനം അവർ ഒരു എ.എ.പി കേഡറായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ വാക്കുകൾ അടയാളപ്പെടുത്തുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എ.എ.പിയും ബി.ജെ.പിയും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ കാൻപൂർ ഡിപ്പോയിൽ നിയോഗിച്ചിട്ടുള്ള ഒരു ബസ് മാർഷലാണ് ഇയാളെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. കഴിഞ്ഞ 6 മാസമായി ശമ്പളം ലഭിക്കാത്തതിനാൽ താൻ നിരാശയിലായിരുന്നുവെന്നും ധാഡ ചോദ്യം ചെയ്യലിൽ പറഞ്ഞതായി വൃത്തങ്ങൾ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ ബസ് മാർഷലുകളായി സർവീസ് ഡിഫൻസ് വോളണ്ടിയർമാരെ നീക്കം ചെയ്യുകയും പുനഃസ്ഥാപിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ചു മാസമായി ഇരു പാർട്ടികളും തമ്മിലുള്ള പ്രധാന തർക്കമായി മാറിയിരിക്കുന്നു. ഡൽഹിയിലെ 10,000 മുൻ ബസ് മാർഷലുകൾ തങ്ങളുടെ ജോലി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് 1 വർഷത്തിലേറെയായി പ്രക്ഷോഭത്തിലാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.